അമ്ന 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 എന്തേ അത്താ വീണ്ടാ തുള്ളി 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 എന്താ അമ്ന എന്തുള്ളേ ബാവ ഉണ്ടോ കൊടുത്തുമ്മ നോക്കട്ടെ കൊടുത്തു ആ ഇതാ ബാവ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ അമ്ന എന്തേ പറ എന്താ 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 പറ പറ ഹായ് പറഞ്ഞേ ഹായ് പറ ഹായ് പറ ഉമ്മ കണ്ട് ബാവനെ കണ്ട് ഉമ്മ ബാവനെ കണ്ടിട്ടാ ആ ബാവ ഉണ്ടല്ലേ പറ ഹായ് പറ. അപ്പം സാധാരണ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ അതായത് ഡെയിലി ഇങ്ങനെ എൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് തീരും, അതുപോലെ കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോൾ തീരും ഓരോ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നല്ല മടിയുള്ള ദിവസം, മടി എന്ന് വെച്ചാൽ എക്സ്ട്രീം മടിയുള്ളൊരു ദിവസമാണ്. പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ കുക്ക് ചെയ്തിട്ടില്ല, അടിച്ചു വാരിയില്ല, വീട് ക്ലീൻ ചെയ്തിട്ടില്ല, അതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ദിവസം കേട്ടോ. അപ്പോൾ അതെന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും എല്ലാ ദിവസവും നമ്മളെപ്പോൾ ഇതുപോലെ ഇനിയായിരിക്കും, അതായത് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് എപ്പം കുക്ക് ചെയ്ത് അങ്ങനെയൊന്നല്ല, അല്ലാത്ത ദിവസവും ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഫുഡ് ഉള്ളതുകൊണ്ട് അത് ചൂടാക്കിയിട്ട് കഴിച്ച്, പിന്നെ വേറെ ഒന്നുമില്ല ഈ സമയം. അതായത് ഇപ്പോൾ ഒരു 4:45 4:50 5 മണി ആവാറായിട്ടുണ്ട്. അപ്പം ഈ സമയം വരെ ഇങ്ങനെ വെറുതെ കിടന്ന് ഫുഡ് കഴിച്ചു. നല്ലോണം വീട്ടിലുള്ള ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. മോള് കൂടെ ഇങ്ങനെ കിടക്കും, സമയം ഇരിക്കും, പിന്നെ ആദ്യം ഫുഡ് കഴിക്കും. അങ്ങനത്തെ ഒരു ദിവസം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഏകദേശം 5 മണി ആവാറായിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വന്ന് അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അവർക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വെറുതെ വന്ന് ഇരുന്നപ്പോൾ നല്ല അടിപൊളിയൊരു കാഴ്ച കണ്ടത്. ഈ മരം മൊത്തം നല്ല പൂവിട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ, അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ പൂവ്, നല്ല സ്മെല്ലുണ്ട് പൂവ്. ഇത് ഈ കാപ്പീൻ്റെ മരമാണെന്നാണ് തോന്നുന്നത്, ശരിക്കും അറിയില്ല എന്താ സംഭവമെന്ന്. പക്ഷെ നിറച്ച് പൂവിട്ടിട്ടുണ്ട്. എപ്പോഴൊന്നും പൂവിടില്ല, ഏതെങ്കിലും ഒരു ടൈമൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ ഉണ്ടാവും മൊത്തത്തിൽ നല്ല അടിപൊളി പൂവ്. ഇപ്പം പിന്നെ ഒരു സന്തോഷം കൂടി ഉണ്ട്, നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം വീഡിയോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ അഭിപ്രായങ്ങൾ പറയുന്ന ആളുണ്ട്. അപ്പോൾ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ കാണുന്നില്ല എല്ലാം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന, ഡെയിലി വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസെല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. അതെന്താ ചിക്കനല്ല സപ്പോർട്ടാ. കാക്കയായിട്ടും കൊത്തിക്കൊണ്ടിട്ട് കൈ കൊടുത്തേ വവ്വാലുള്ളതാണ്. ആയിഷ ആലിയ ഒന്ന് അമ്മേന്റെ കൈ നല്ല വൃത്തിക്ക് കൈ കൊടുത്തു മോളെ. ചെല്ലേ അമ്മ കൈ കഴുകേ. അപ്പം സമയം ഇപ്പം 5 മണിയായി. അപ്പം നല്ലൊരു ചായ ഉണ്ടാക്കി കുടിക്കണം, എന്നിട്ടൊന്ന് ഉഷാറാവണം, എന്നിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം അങ്ങനെ പോയി. ഇനിയുണ്ട് കുറച്ച് പണിയുണ്ട്. രാത്രിയത്തേക്കുള്ള ഫുഡ് റെഡിയാക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, നിസ്കരിക്കണം, അങ്ങനെ കുറച്ച് ഡ്യൂട്ടി ഉണ്ട്. അപ്പം നല്ല അടിപൊളി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തത്തമ്മ ഇന്ന് ഒട്ടും ആക്റ്റീവല്ല, ഇന്ന് ആൾ സൈലൻ്റാണ്. എന്നെപ്പോലെ തന്നെ ഒട്ടും ആക്റ്റീവല്ല, ഇന്ന് സംസാരമെല്ലാം കുറവാണ്. തത്തമ്മേ തത്തമ്മേ അമ്മ തത്തമ്മനെ വിളിച്ചേ, തത്തമ്മയെ വിളിച്ചേ. ആ തത്തേ തത്തമ്മേ പൂച്ച 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 പൂച്ച. തത്തമ്മേ അസ്സലാമു അലൈക്കും പറഞ്ഞേ. അസ്സലാമു അലൈക്കും.
തത്തമ്മക്ക് പച്ചമുളക് ഭയങ്കര ഇഷ്ടമാണ്. ആൾ പച്ചമുളക് കിട്ടിയാൽ ഫുള്ളായിട്ട് തിന്ന് തീർക്കും. തത്തമ്മ എന്നാ പച്ചമുളക് തിന്നോ? തത്തമ്മേ എന്നാ പച്ചമുളക് എന്നാ തിന്നോ 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 റംന? പച്ചമുളക് തിന്നോ പറ. തത്തമ്മനോട് പച്ചമുളക് തിന്നോ പറ. അപ്പം ഇന്ന് കറിക്ക് മീൻ അയില ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഐസായിട്ടുണ്ട്. എന്നിട്ട് പുറത്ത് വെക്കാം. അങ്ങനെ ഇത് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി. ഇനി ഇത് കുടിക്കണം. ഇത്ര പോരാ, കുറച്ച് കടുപ്പം കൂടിപ്പോയി. കുറച്ചൊരു നല്ലോണം കടുപ്പം കൂടിപ്പോയി. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ചായൻ്റെ ടേസ്റ്റ് വന്നിട്ടില്ല. അറോറോട്ട് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് മുക്കണോ? ചൂടുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? അടിപൊളിയാ? അങ്ങനെ ഞാൻ നമ്മുടെ കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അയില മുളകിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും മുളകിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതിനുള്ള ഉള്ളി തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെക്കാം. മീൻ കട്ട് ചെയ്തിട്ടില്ല. മീൻ പിന്നെ നമ്മുടെ ഐസ് പോയി റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാലയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, കൂടുതൽ ആർഭാടമൊന്നുമില്ല. അപ്പോൾ സിമ്പിൾ ഒരു കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഞാൻ ചെറുപയർ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള ഒരു കറി റെഡി ആക്കുന്നുണ്ട്. അവർക്ക് മുളകിട്ട കറി കൂടുതൽ കൊടുക്കാറില്ല. അങ്ങനെ അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കൂ, ദോശ ഉണ്ടാക്കണോ, പൂരി ഉണ്ടാക്കണോ, ചപ്പാത്തി ഉണ്ടാക്കണോ എന്ന് കുറേ കൺഫ്യൂഷൻ അടിച്ച അവസാനം ഞാൻ പത്തൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. പത്തലും അയില മുളകിട്ടതും നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ പത്തൽ റെഡിയായി. പിന്നെ ഉപ്പ രാത്രി അരി ഭക്ഷണം കഴിക്കൂല, ഗോതമ്പ് മാത്രമേ കഴിക്കൂ. ഗോതമ്പ് ദോശയോ പൂരിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ഉപ്പാക്കുള്ള ഗോതമ്പിൻ്റെ ദോശയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി. അങ്ങനെ നമ്മുടെ രാത്രിയത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി. ഇതാ നമ്മുടെ പത്തലും ദോശയും അതുപോലെ നല്ല മുളകിട്ട കറിയും ചെറുപയർ പരിപ്പിൻ്റെ ഒരു കറിയും ഒരു സിമ്പിൾ കറിയും കൂടിയായി. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആയിഷാൻ്റെ ആലേനെ പഠിത്തവും അപ്പം കുളിയും ഒക്കെ കഴിഞ്ഞു. ഏകദേശം ജോലിയൊക്കെ തീർന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.